ഹലോ നമസ്കാരം, എല്ലാവർക്കും പ്രിസ്മാറ്റിക് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ്. ബീട്രൂട്ടൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കാണ്. എസ്പെഷ്യലി മുഖത്ത് ഈ മുഖക്കുരുവൊക്കെ വന്നിട്ടുള്ള പാടൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ആക്കാൻ ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്നാലേ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് അത് മനസ്സിലാവത്തുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ ഹാഫോ ഫുള്ളോ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കടലമാവാണ്. പിന്നെ നമുക്ക് ആര്യവേപ്പില ആവശ്യമുണ്ട്. അപ്പോൾ ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് ഫ്രഷ് അലോവേറ വീട്ടിലുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിതിൽ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ജ്യൂസറാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ മിക്സറല്ല എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ജ്യൂസറാണ് എടുത്തിരിക്കുന്നത്. അതിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഇങ്ങനത്തെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആര്യവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് അതും ഈ ജ്യൂസറിൽ ഒരുമിച്ച് ഇതിനോടൊപ്പം മിക്സ് ചെയ്യാം. ഇതിനോടൊപ്പം വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ജ്യൂസ് എടുക്കത്തക്ക രീതിയിലാവും. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിതിൽ പറഞ്ഞെന്ന പോലെയൊക്കെ തന്നെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യാനൊന്നും പറ്റത്തില്ല, പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ട് ഞാനിതിൽ കാണിച്ചു തന്ന രീതി തന്നെ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. 1-2 ഡ്രോപ്പ് വെള്ളം മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് ദിവസവും ഈ പൾപ്പ്, ഇപ്പോൾ നമ്മൾ ജ്യൂസറിൽ അടിച്ചെടുത്ത ആ പൾപ്പ് ഡയറക്റ്റ് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അങ്ങനെ അവൈലബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ക്രീം ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ജ്യൂസ് കൈ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് നീം ലീവ്സും ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടിയ ജ്യൂസിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് അലോവേറ ജെല്ലാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അലോവേറ ജെല്ലിന് പകരം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതാണ്. ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലതാണ്. സ്കിന്നിന് നല്ലതായിട്ടുള്ള റോസ് വാട്ടർ അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറേ കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും. അലോവേറ ജെല്ല് നല്ലപോലെ മിക്സായി വരുമ്പോൾ നമുക്ക് കടലമാവ് ആഡ് ചെയ്യാൻ തുടങ്ങാം. കടലമാവിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പയറുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. രക്തചന്ദനം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മുൾട്ടാനി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു കട്ടിയായി അതിനെ ഒരു പാക്ക് പോലെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടാനാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്ന കടലമാവ്, രക്തചന്ദനം ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ കട്ട പോലെ കിടക്കുന്നത് ഇല്ലാതാക്കിയിട്ട് നല്ല ബാറ്റർ പോലെ ആക്കിയെടുക്കണം. കേക്കിനൊക്കെ യൂസ് ചെയ്യത്തില്ല, അതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു കുപ്പിയിൽ എയർ ടൈറ്റൻഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കുക. എയർ ടൈറ്റൻഡ് ആയിട്ടുള്ളൊരു കുപ്പിക്കകത്ത് തന്നെ ഇത് സ്റ്റോർ ചെയ്യുക. കാരണം നമുക്കൊരു 4-5 ആഴ്ച വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര റിസൾട്ടാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്ട്രെയിൻ ചെയ്തിട്ട് ബാക്കി വന്ന ആ ഒരു ഫിൽറ്റർ ചെയ്തിട്ട് ബാക്കി വന്ന എല്ലാം കൂടെ ഞാൻ ആ പൊടിയെല്ലാം കൂടെ തട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്നല്ലേ, ഇത് നമുക്ക് തലയിൽ അടിപൊളി മസാജറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ള നീം ലീവ്സിൻ്റെ ആ ഒരു കമ്പോണൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫിൽ നിന്ന് രക്ഷ നൽകും. എന്ന് വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിത് 2-3 ആഴ്ചയിൽ ഒരിക്കലായത് ഇത് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ബീട്രൂട്ട് ഒരു പരിധി വരെ നമ്മുടെ ഹെയറിന് നല്ലൊരു ഗ്ലേസിങ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കളയാതെ ഇതും കൂടെ ഒന്ന് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് ഇതും നമുക്ക് എയർ ടൈറ്റനായിട്ട് വേണമെങ്കിൽ സേവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഓയിലുള്ളത് കൊണ്ട് ഒരു 2-3 ദിവസത്തിനകം വെച്ച് നമ്മൾ യൂസ് ചെയ്ത് തീർക്കണം. അത്ര ഒരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയാം. നമുക്ക് മുടിക്കുള്ളതുമായി മുഖത്തെ പാടുകൾക്കുള്ള മരുന്നുമായിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൂടി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിത് പുരട്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് റിസൾട്ട് ഒരു 2 ആഴ്ചക്കകം തന്നെ റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ ഇതേപോലുള്ള കുറച്ച് ഫേസ് മാസ്കിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസിനായി സബ്സ്ക്രൈബ് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇനി എൻ്റെ ബാക്കിയുള്ള വീഡിയോസിൻ്റെയൊക്കെ ബ്യൂട്ടി ടിപ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ മെൻഷൻ ചെയ്തതായിരിക്കും. അതുകൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.